മഞ്ജു പിള്ളൻ്റെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന് പറഞ്ഞ പ്രോഗ്രാമിലെ ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ മഞ്ജു പിള്ള പറയുന്നുണ്ട്, ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ് അല്ലെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു മൊമെൻറ്റ് താൻ അമ്മയായ സമയത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയം ഞാൻ ഇവിടെ എടുത്തിടാൻ കാരണം എന്താ വെച്ചാൽ, കുട്ടികളില്ലാത്ത ഒരു സ്ത്രീ, അങ്ങനെ തന്നെ നമുക്ക് പറയണം. ഇനി ആ നാളെ സ്ത്രീക്ക് കുട്ടികൾ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് ദൈവം തീരുമാനിക്കണം. ഇതുവരെ ആ സ്ത്രീക്ക് കുട്ടികളും കാര്യങ്ങളൊന്നുമില്ല. കുട്ടികളില്ലാത്തൊരു സ്ത്രീ എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചും അതേപോലെ എൻ്റെ മാതാവിനെ വെച്ച് എന്നെക്കുറിച്ചും നിരന്തരമായിട്ട് നെഗറ്റീവായിട്ട് വീഡിയോ ചെയ്യുന്നൊരു സ്ത്രീയാണ് അവർ. അപ്പോൾ ആ സ്ത്രീ ഈ വീഡിയോ കാണുന്നുണ്ട്. ആ സ്ത്രീയോട് എനിക്ക് പറയാനുള്ളത്, മഞ്ജു പിള്ള പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് ഒരു പെണ്ണിന് മഞ്ജു പിള്ള എന്താ കാര്യങ്ങൾ പറഞ്ഞത് എന്നുള്ളത് ഇനി വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ് എന്ന് പറയുന്നത് ഒരമ്മയായ സമയത്താണ്. തനിക്ക് ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളും അതേപോലെ ഡെലിവറി പെയിനും വയറ് കൂടിയ സമയത്തുള്ള ശ്വാസം മുട്ടലും ഒക്കെ വല്ലാതെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഒക്കെ കഴിഞ്ഞ് ഈ ഡെലിവറി പെയിൻ കിട്ടിയ സമയത്ത് ആ ജീവൻ പിടച്ചിൽ കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞിനെ കയ്യിൽ കിട്ടിയപ്പം അതായിരുന്നു ഇന്നേ വരെ ജീവിതത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നായിരുന്നു പറഞ്ഞത്. അപ്പം അരുണ് നിരന്തരമായിട്ട് ഒരു പേര് വിളിക്കുന്ന ഒരു സ്ത്രീ ഉണ്ട്. ആ പേര് ഞാൻ പറയുന്നില്ല. ആ സ്ത്രീ എൻ്റെ മക്കളെക്കുറിച്ച് വളരെയധികം മോശമായിട്ടാണ് സംസാരിക്കാറ്. അതേസമയം തന്നെ എന്നെക്കുറിച്ചും എൻ്റെ ഉമ്മാനെ വെച്ചിട്ട് വളരെയധികം മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞു തരാം. കാരണം ആ സ്ത്രീ ഒരു അമ്മയല്ല. ആ സ്ത്രീക്ക് ഒരു അമ്മയാവാൻ പറ്റില്ല. കാരണം ഒരമ്മ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതൊരു അമ്മയാവുക തന്നെ ചെയ്യണം. എനിക്ക് കുറച്ച് കുടവയറുണ്ട്. ആ കുടവയറിനെ വെച്ച് എനിക്ക് ദിവ്യഗർഭമാണ് എന്ന് പറഞ്ഞ സ്ത്രീയും കൂടിയാണ് ഈ സ്ത്രീ. അപ്പോൾ എനിക്ക് ആ സ്ത്രീയോട് പറയാനുള്ളത്, എനിക്ക് ദിവ്യഗർഭമാണെന്നെങ്കിലും പറയാൻ നിൻ്റെ നാവ് പൊന്തി. നിനക്കൊരു ഗർഭമുണ്ടോ എന്ന് പോലും ചോദിക്കുക, ഗർഭം എന്ന് പറയാൻ പോലും ഒരാളുടെ നാവ് നിൻ്റെ നേരെ പൊന്തുന്നില്ലല്ലോ പെണ്ണേ. അപ്പോൾ മഞ്ജു പിള്ള പറഞ്ഞത് സത്യമാണ്. നമ്മുടെ ലൈഫിൽ ഏറ്റവും വല്ലാത്തൊരു ദിവസങ്ങളെന്ന് പറയുന്നത് ആ 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും 9 നായിക എന്നൊക്കെ പറയും. പണ്ടുള്ളവർ പറയുന്നതാണ്, ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും 9 നായികയും എങ്ങാണ്ടാണ് എന്നതിന് ശേഷം ആ കുഞ്ഞ് ഡെലിവറിയിലൂടെ പുറത്ത് വരുള്ളത്. അപ്പം ചിലർ ചോദിക്കും, ഈ 7-ാം മാസത്തിലും 6-ാം മാസത്തിലൊക്കെ കേട്ടോ ഈ മാസം തികയാതെ, അങ്ങനെ പ്രായപൂർത്തി എന്നില്ല, മാസം തികയാതെ പ്രസവിക്കുന്ന കുറേ കുഞ്ഞുങ്ങളില്ലേ, അപ്പോൾ അവർക്ക് എന്താ ഈ 9 നായികയോ 9 ദിവസമൊന്നും പിടിക്കത്തില്ലേ എന്ന് ചോദിക്കുന്നല്ലോട്. അതൊന്നും എനിക്കറിയാൻ മേല. പക്ഷെ ഞാൻ കേട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. പക്ഷെ ഞാനൊന്നും 9 മാസവും 9 ദിവസവും 9 നായികയൊന്നും കഴിഞ്ഞിട്ടൊന്നുമല്ല ഞാൻ പ്രസവിച്ചത്. എനിക്കൊക്കെ എന്ന് വെച്ചാൽ ആദ്യത്തേത് സിസേറിയനായിരുന്നു. ചിലർ പറയാറുണ്ട്, സിസേറിയൻ ചെയ്ത ആൾക്കാർക്ക് ഈ പേറ്റുനോവിൻ്റെ എന്താണ് ഈ പേറ്റുനോവ് എന്ന് അറിയാൻ പറ്റൂല, അതിൻ്റെ വില മനസ്സിലാവില്ല എന്നൊക്കെ അത് സത്യസന്ധമായിട്ടാണോ എല്ലാവരും പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ദൈവം എന്നെ എല്ലാം കൊണ്ടും അനുഭവിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഡെലിവറി പെയിൻ എന്താണോ അത് കറക്റ്റ് അനുഭവിച്ചതിന് ശേഷമാണ് എനിക്ക് ഡെലിവറി ഉണ്ടായത്. കാരണം വേദന ഇതൊക്കെ സഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് പെയിൻ വരുന്ന സമയത്ത് ഞാൻ വേദന സഹിച്ച് നടന്നുകൊണ്ടിരുന്നു. എന്നെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ അത് കണ്ടുകൊണ്ടിരുന്നു. ഡോക്ടർ പറഞ്ഞു, വേദന ഉണ്ട്, ഇവള് നടക്കുമോ എന്നാണ് ചോദിച്ചത്. പ്രസവം കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കുട്ടികളുടെ വയറ്റിൽ നിന്നും പോവുക ആദ്യമായിട്ട്. പക്ഷേ എൻ്റെ കൊച്ചിൻ്റെ എൻ്റെ വയറ്റിൽ നിന്ന് തന്നെ പോയിട്ട് അത് അവൻ തന്നെ കഴിച്ച് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നിൽക്കുന്ന സംഭവം എൻ്റെ വയറ്റിൽ നിന്ന് നടന്നു പോയിട്ടുണ്ട്. അപ്പോഴേക്കും അവർ പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിച്ച് ഓപ്പറേഷൻ ചെയ്തെടുക്കുകയായിരുന്നു എൻ്റെ കുഞ്ഞിന് ആദ്യത്തേന്.
രണ്ടാമത്തെ കുഞ്ഞായ സമയത്ത് കുറച്ച് ക്രിട്ടിക്കലായിരുന്നു. എനിക്ക് രണ്ടാമത്തെ കുഞ്ഞിന് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇനിയൊരു കുഞ്ഞ് എനിക്ക് ചാൻസ് കുറവാണെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ദൈവം തമ്പുരാൻ സഹായിച്ചിട്ട് എനിക്ക് ഒരു കുഞ്ഞിനെയും കൂടി തന്നു. അതെന്ന് വെച്ചാൽ കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ മോനെക്കാട്ടും വലിയ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കൂടെയാണ് ഞാൻ കടന്നു പോയത്. ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നറിഞ്ഞ ആ ഒരു ആഴ്ച തൊട്ടിട്ട് ഡെലിവറിയുടെ തലേ ദിവസം എന്ന് പറഞ്ഞതിൻ്റെ അതിൽ വരെ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ഡെലിവറി പെയിൻ കിട്ടുന്നതിൻ്റെ തലേ ദിവസം എന്ന് പറഞ്ഞ് ഞാൻ ഡിസ്ചാർജായി വീട്ടിൽ പോയി. രാത്രി ആയപ്പോഴേക്ക് പെയിൻ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് എന്നെ. അപ്പം മോളെ സംബന്ധിച്ചോ അങ്ങനത്തെ വിഷയം. അപ്പം രണ്ടാമത്തെ കുഞ്ഞാകുമ്പോൾ അവർക്കറിയാം ഇത് സിസേറിയൻ തന്നെ വേണമെന്നുള്ളത്. അപ്പം നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുക ചെയ്യുക, നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ഡേറ്റ് എന്നാണ് എന്നുള്ളത് ചോദിക്കുക. അപ്പം ഞാനൊക്കെ മോൾക്ക് നാള് നോക്കിയിട്ടാട്ടോ ഡേറ്റ് പറഞ്ഞു കൊടുത്തത്. മോളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് 2014 നവംബർ 28. അവളുടെ പപ്പയും 28 അവളും 28. അപ്പോൾ നവംബർ 28 ഞാനത് നോക്കാൻ കാരണം എന്ന് വെച്ചാൽ അന്നത്തെ ആ ഒരാഴ്ചയിൽ ആകെ അവിട്ടം നക്ഷത്രമാണ് നല്ലതുള്ളത്. അപ്പം ഞാൻ പിന്നെ അവിട്ടം നക്ഷത്രത്തിലേക്ക് നോക്കിയിട്ട് ഡേറ്റ് കൊടുക്കുകയായിരുന്നു. അപ്പം എനിക്കിതിലൊക്കെ വിശ്വാസം ഉണ്ടോ എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് എനിക്ക് വിശ്വാസമുണ്ട്. നോ പ്രോബ്ലം, നിങ്ങളെന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എവിടെ തുറന്നാലും മഞ്ജു പിള്ളൻ്റെ ഈ ഒരു ഡയലോഗാണ് കേൾക്കുന്നത്. അപ്പം ഞാൻ വിചാരിക്കുക ഈ സ്ത്രീ അത് കാണണം, ഈ സ്ത്രീയെ അത് കാണാൻ പാടുള്ളൂ. കാരണം ഒരു അമ്മ എന്താണെന്നും ആ അമ്മയുടെ സ്ഥാനം എന്താണെന്നും ആ അമ്മ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ കാണുന്നതെന്നും കുഞ്ഞുങ്ങളെങ്ങനെയാണ് തിരിച്ച് അമ്മയെ കാണുന്നതെന്നും ഈ സ്ത്രീക്ക് മനസ്സിലായാൽ ഈ സ്ത്രീ വ്യാജ പ്രചരണം ഒരു കുഞ്ഞിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു അമ്മയെക്കുറിച്ചോ പറഞ്ഞുണ്ടാക്കില്ല. അവൾ എൻ്റെ മാതാവിനെക്കുറിച്ചും വ്യാജ പ്രചരണം നടത്തുന്ന സമയത്ത് എൻ്റെ മാതാവ് എന്ന് പറയുന്നത് അവരുടെ കണ്ണിൽ ഇപ്പോഴും ഞാനൊരു കുഞ്ഞാണ്. എനിക്ക് 33 വയസ്സായി. ഇപ്പോഴും എൻ്റെ മാതാപിതാക്കളുടെ കണ്ണിൽ ഞാനൊരു കുഞ്ഞാണ്. ഇനി 50 വയസ്സായിക്കോട്ടെ, അപ്പോഴും അവർക്കൊരു കുഞ്ഞായിരിക്കും. അതിൻ്റെയൊക്കെ എന്താണ് ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് തറവാട്ട് പെറുക്കുകയും അതേപോലെ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനുള്ളൊരു ഭാഗ്യവും ഉണ്ടാവണം. ആ സ്ത്രീയെ കുറേ കളിയാക്കി വീഡിയോ ഇട്ടതിന് പലരും എന്നെ എന്താ പറയുക ശാസിച്ച് വീഡിയോ ചെയ്തവരുണ്ട്, കളിയാക്കി വീഡിയോ ചെയ്തവരുണ്ട്, അഹങ്കാരി എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തവരുണ്ട്. നിങ്ങളെന്തോ പറഞ്ഞോട്ടെ, പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ അമ്മയെയും പറയുമ്പം എനിക്ക് നോവും. അപ്പം ഞാൻ പ്രതികരിച്ചു എന്ന് വരും. ആ പ്രതികരണം നിങ്ങൾക്ക് അത് നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്, അതെൻ്റെ പ്രശ്നമല്ല. എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ മോളെയും മോനെയൊക്കെ പറ്റി ഈ സ്ത്രീ വളരെയധികം മോശമായിട്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ ദൈവം എനിക്ക് ആ ഒരു യോഗം തന്നിട്ടില്ലല്ലോ. ഞാനൊരു കുഞ്ഞിനെക്കുറിച്ച് അങ്ങനെ പറയല്ലേ, അതുകൊണ്ടായിരിക്കാം മേ ബി എനിക്ക് ആ യോഗം കിട്ടാതെ പോയത് എന്ന് പോലും ചിന്തിക്കാനുള്ള ചോറ് പോലും തിന്നുന്നില്ല ആ സ്ത്രീ. അത്രമേൽ വൃത്തികെട്ടൊരു സ്ത്രീയാണത്. ദൈവം മനഃപൂർവ്വമായിരിക്കും ഒരു പക്ഷേ അതിൻ്റെ പേറ്റുനോവിൻ്റെ ഫീൽ എന്താണെന്ന് സ്ത്രീക്ക് മനസ്സിലാക്കി കൊടുക്കാതിരുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെ പലരുടെയും കുഞ്ഞുങ്ങളുടെ കണ്ണീര് ആ സ്ത്രീയുടെ ജീവിതത്തിലുണ്ട്. അതായിരിക്കാം ഒരു പക്ഷേ. ഏതായാലും ആ സ്ത്രീയോട് എനിക്ക് പറയാനുള്ളത് അതൊന്ന് കേട്ട് നോക്ക്. യഥാർത്ഥത്തിലൊരു പെണ്ണ്, ഏതൊരു പെണ്ണും പറയുന്നൊരു വാക്കാണത്. അത് നിനക്ക് പറയാൻ യോഗമില്ലാതായിപ്പോയത് നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. അപ്പം അങ്ങനെയാണ്. ടാറ്റാ.